നമ്മളുടെ സ്വന്തം കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുകയുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് തിരുത്തുകയും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെൽഫ് ലോ ആണ്. കാരണം നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ സെൽഫായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ പുറത്തുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാനും പോയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളത് എന്ത് ചെയ്യും? നമ്മൾ ആ ട്രിഗർ ചെയ്യുമ്പോൾ ആ ട്രിഗർ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും നമ്മളതിൽ ഭയങ്കര ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളുടെ ഈ ഒരു ചെറിയൊരു കുറവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് വേറൊരു ബെസ്റ്റ് എക്സാമ്പിളുണ്ട്. എന്നെ തന്നെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് വണ്ണമുണ്ട്. ആഫ്റ്റർ ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർ കണ്ടാൽ പറയും, അയ്യോ നീ എന്തിങ്ങനെ ഇത്രയും വണ്ണം വെച്ച്, എന്ത് വണ്ണമായത്, വണ്ണം കുറയ്ക്ക്, ചുമ്മാ ഇരുന്ന് തിന്നുക അല്ലേ എന്നിങ്ങനെ ചോദിക്കും. എനിക്കറിയാം പേഴ്സണലി ഞാൻ വണ്ണമാണ്, എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ വണ്ണം കുറയുന്ന ഒരു ബോഡിയല്ല എൻ്റേത്. അതെനിക്കറിയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് വണ്ണം ഉണ്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്താൽ അവിടെ പ്രശ്നം തീരും. മറിച്ച് അയ്യോ എനിക്ക് വണ്ണം, അവരെല്ലാം കണ്ടിട്ട് എന്നെ ഇങ്ങനെ പറയുന്നു, വണ്ണം ഉണ്ടെന്ന് പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വണ്ണം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ മേല, എനിക്ക് ആദ്യം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? അത്രയേ ഉള്ളൂ.